മധുരത്തിനോടും ഓയിലിനോടും നോ പറയാൻ ഒരുങ്ങി മലപ്പുറം. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നതിനെതിരെ ജില്ലാ ഭരണകൂടം ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ച് നടപ്പാക്കുന്ന ജനകീയ ക്യാമ്പയിൻ നെല്ലിക്കയ്ക്ക് തുടക്കമായി. കോട്ടക്കുന്നിൽ നടന്ന ക്യാമ്പയിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ PR വിനോദ് നിർവഹിച്ചു. കൺസ്യൂമർ ചോദിച്ചാൽ മാത്രമേ നമുക്ക് കുറച്ച് സാൾട്ട് ഉള്ളത് കൊടുക്കാൻ പറ്റുള്ളൂ. കൺസ്യൂമർ പറയും ഹോട്ടലിൽ പോയി നമുക്ക് കിട്ടുന്നില്ല. ഒരു സ്റ്റാർ ഹോട്ടലിൽ പോകുന്നവർക്ക് അത് പ്രശ്നമില്ല. അവിടെ ഷുഗർ സാക്ഷാൽ പ്രത്യേകം കൊടുക്കും, ഷുഗർ ക്യൂബ്സ് കൊടുക്കും, അവരുടെ ചോയ്സ് അനുസരിച്ച് കഴിക്കാം. പക്ഷെ സാധാരണക്കാർ പോകുന്ന സാധാരണ സ്ഥാപനങ്ങൾ ഇത് കുറഞ്ഞുകൊണ്ട് അപ്പം നമ്മൾ അതങ്ങനെ ചെറിയ ചെറിയ ഇതിലൂടെ നമ്മുടെ ഒരു വലിയൊരു ഇഷ്യൂ അല്ലാതെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നുള്ളതല്ല. അപ്പൊ ഇങ്ങനൊരു കാര്യം മുമ്പോട്ട് വെച്ചപ്പോൾ ആദ്യം ഞങ്ങൾ പല രീതിയിൽ ആലോചിച്ചു. സന്നദ്ധ സംഘടന, ട്രോമ കെയർ വോളണ്ടിയേഴ്സ്, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ്, ബേക്കേഴ്സ്, വിവിധ സംഘടന. മധുരവും ഉപ്പും ഓയിലും ഉപയോഗിക്കുന്നത് കുറച്ച് ജീവിതശൈലി രോഗങ്ങളെ ഒരു പരിധിവരെ പിടിച്ചുകെട്ടാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹോട്ടലുകളിൽ ഹെൽത്തി കൗണ്ടറുകൾ സ്ഥാപിക്കണം. ശാരീരിക മാനസിക വ്യായാമങ്ങൾ ശീലമാക്കണം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ, വൃക്ക രോഗികളുള്ളത് മലപ്പുറത്താണ്. ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റമുണ്ടാകണം. ആദ്യം പുളിക്കുമെങ്കിലും പിന്നീട് മധുരിക്കുന്ന നെല്ലിക്ക പോലുള്ള ഈ ക്യാമ്പയിൻ വിജയിപ്പിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നെല്ലിക്ക ക്യാമ്പയിൻ്റെ ലോഗോ പ്രകാശനം അദ്ദേഹം നിർവഹിച്ചു. വിവിധ സംഘടനാ പ്രതിനിധികളും സംസാരിച്ചു. ഭക്ഷ്യ സുരക്ഷാ വകുപ്പ്, ആരോഗ്യവകുപ്പ്, നാഷണൽ ഹെൽത്ത് മിഷൻ, IMA, കുടുംബശ്രീ, തദ്ദേശ സ്ഥാപനങ്ങൾ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ, ബേക്കേഴ്സ് അസോസിയേഷൻ, കേറ്റേഴ്സ് അസോസിയേഷൻ, ട്രോമ കെയർ റെസിഡൻസ് അസോസിയേഷൻ, യുവജന സന്നദ്ധ സംഘടനകൾ, സാമൂഹ്യ സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് നടപ്പിലാക്കുന്നത്. സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം. പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും. Dubai Golden Diamonds, pride of generations. India, Oman,